എന്തിനെക്കുറിച്ച് ചിന്തിക്കണം, എന്തു വാങ്ങണം, എന്ത് വിശ്വസിക്കണം എന്നിങ്ങനെ എന്ത് എന്ന ചോദ്യത്തിനു പുറകെ പായുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മനസ്സുകൾ ഉത്കണ്ഠയുടെയും ബഹളങ്ങളുടെയും അന്തമില്ലാത്ത വലയങ്ങളിലാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ ഉയരങ്ങളിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സംഭാഷണം നടന്നു. അതെന്തിനെക്കുറിച്ച് ചിന്തിക്കണമെന്നതിനെപ്പറ്റിയായിരുന്നില്ല, മറിച്ച് എങ്ങനെ സ്വതന്ത്രരാകാമെന്നതിനെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഗാധമായ ആത്മീയ ഗ്രന്ഥങ്ങളിലൊന്ന് തുറക്കുകയാണ്. വിജ്ഞാൻ ഭൈരവ തന്ത്രം. ഇത് ലൈംഗികതയെക്കുറിച്ചല്ല, ഇത് മനുഷ്യബോധത്തിനായുള്ള ആത്യന്തികമായൊരു വഴികാട്ടിയാണ്. അപ്പോൾ വിജ്ഞാൻ ഭൈരവ തന്ത്രം കേൾക്കുമ്പോൾ ഭയങ്കരമായി തോന്നാം, എന്നാൽ ഇതിന്റെ പശ്ചാത്തലം വളരെ മനോഹരമാണ്. ഇതൊരു പ്രഭാഷണമല്ല, മറിച്ച് ഇതൊരു പ്രണയകഥയാണ്. ദേവിയും ശിവനും തമ്മിലുള്ള സംഭാഷണമാണിത്. ദേവി ശിവനോട് ചോദിക്കുന്നു, അങ്ങയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്? രൂപത്തിനും സ്ഥലത്തിനും അതീതമായ ആ യാഥാർത്ഥ്യം എനിക്കെങ്ങനെ അനുഭവിക്കാൻ കഴിയും? അവൾ തത്വശാസ്ത്രമല്ല ചോദിക്കുന്നത്, മിഥ്യാധാരണകളിൽ നിന്ന് പുറത്തുകടക്കാനുള്ള പ്രായോഗിക വഴിയാണ് അവൾ തേടുന്നത്. ശിവൻ അതിനു മറുപടി നൽകുന്നത് സിദ്ധാന്തങ്ങൾ കൊണ്ടല്ല, മറിച്ച് 112 വിദ്യകളിലൂടെയാണ്. വിജ്ഞാൻ എന്നാൽ അവബോധം അല്ലെങ്കിൽ ശാസ്ത്രമെന്നാണ്. ഭൈരവെന്നാൽ പരമമായ യാഥാർത്ഥ്യത്തിന്റെ അവസ്ഥയാണ്. ഈ സന്ദർഭത്തിൽ തന്ത്ര എന്നാൽ വിദ്യ അല്ലെങ്കിൽ രീതി എന്നാണ് അർത്ഥം. അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം പരമമായ യാഥാർത്ഥ്യം അനുഭവിക്കുന്നതിനുള്ള വിദ്യകളുടെ ശാസ്ത്രമെന്നാണ്. വിശ്വാസം ആവശ്യപ്പെടുന്ന പല മതഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തന്ത്രം പരീക്ഷണമാണ് ആവശ്യപ്പെടുന്നത്. ഇതിന്റെ സമീപനം ശാസ്ത്രീയമാണ്. ശിവൻ ചുരുക്കത്തിൽ പറയുന്നതിതാണ്, എന്നെ വിശ്വസിക്കരുത്, 24ാമത്തെ രീതി പരീക്ഷിച്ചു നോക്കൂ. അത് ഫലപ്രദമല്ലെങ്കിൽ 67ാമത്തേത് നോക്കൂ. ഈ 112 വിദ്യകളുടെയും കാതലായ തത്വശാസ്ത്രം വളരെ കൗതുകകരമായ ഒരു ആശയത്തിലാണ് നിലകൊള്ളുന്നത്. സത്യം നിങ്ങളുടെ ചിന്തകളിൽ ഒളിഞ്ഞിരിക്കുന്നില്ല, മറിച്ച് ചിന്തകൾക്കിടയിലുള്ള വിടവുകളിലാണ് അതൊളിഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണയായി നമ്മുടെ അനുഭവങ്ങളിലെ വസ്തുക്കളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, കാർ, ദേഷ്യം, ഭക്ഷണം എന്നിവയിൽ. എന്നാൽ വിജ്ഞാന ഭൈരവ തന്ത്രം നിങ്ങളെ പഠിപ്പിക്കുന്നത് ആ വസ്തുക്കൾ പ്രത്യക്ഷപ്പെടുന്ന ഇടത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ്, അവബോധത്തിന്റെ നിശബ്ദമായ പശ്ചാത്തലത്തിലേക്ക്. ഈ 112 രീതികൾ, ഇവയെ ധാരണകളെന്ന് വിളിക്കുന്നു, നിങ്ങളുടെ ശ്വാസം, ഇന്ദ്രിയങ്ങൾ, തീവ്രമായ വികാരങ്ങൾ എന്നിവയെല്ലാം ഇതിലേക്കുള്ള വാതിലുകളായി ഉപയോഗിക്കുന്നു. ഇത് എത്രത്തോളം പ്രായോഗികമാണെന്ന് കാണിക്കാൻ 3 ഉദാഹരണങ്ങൾ നോക്കാം. വിദ്യ നമ്പർ 1, ശ്വാസം. നമ്മളെല്ലാവരും ശ്വസിക്കുന്നു, എന്നാൽ ശിവൻ പറയുന്നു, ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുന്നതിന് തൊട്ടു മുൻപുള്ള ആ സൂക്ഷ്മ നിമിഷത്തിൽ തീവ്രമായി ശ്രദ്ധിക്കുക. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു ഉള്ളിലേക്ക് എടുക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷത്തിലും. ആ ചെറിയ തിരിവിൽ ചലനമില്ല, കേവലമായ അസ്തിത്വം മാത്രം. ആ വിടവ് നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ സമയത്തിനതീതരാകും. വിദ്യ നമ്പർ 100, തീവ്രത ഉപയോഗിക്കുക. ഇതൊരു വിപ്ലവകരമായ കാര്യമാണ്. നിങ്ങൾക്ക് വലിയൊരു തുമ്മൽ വരാൻ പോകുമ്പോൾ അത് സംഭവിക്കുന്നതിന് തൊട്ടുമുൻപ് നിങ്ങളുടെ ചിന്താശേഷി പൂർണ്ണമായും നിലയ്ക്കുന്നു. കടുത്ത ഭയത്തിലോ ഞെട്ടിലോ നിങ്ങളുടെ അഹം മരവിച്ചു പോകുന്നു. തന്ത്രം പറയുന്നു, ആ നിമിഷം പാഴാക്കരുത്. ആ പെട്ടെന്നുള്ള മരവിപ്പിൽ ഓടിയെത്തുന്ന നിശബ്ദതയെ ശ്രദ്ധിക്കുക. ആ നിശബ്ദത നിങ്ങളാണ്. വിദ്യ നമ്പർ 88, ശൂന്യതയെ ധ്യാനിക്കുക. നമ്മൾ സാധാരണയായി ഒരു ഭരണിയുടെ ഭിത്തികളിലേക്കാണ് നോക്കാറുള്ളത്. തന്ത്രം പറയുന്നു, അതിനുള്ളിലെ സ്ഥലത്തേക്ക് നോക്കൂ. ഭരണിക്കകത്തുള്ള ശൂന്യതയും പുറത്തുള്ള ശൂന്യതയും ഒന്നുതന്നെയാണെന്ന് തിരിച്ചറിയുക. ഭിത്തികൾ ഒരു മിഥ്യയാണ്. അതുപോലെ നിങ്ങളുടെ ശരീരം വെറും മതിലുകളാണെന്നും അതിനുള്ളിലെ ചൈതന്യം പ്രപഞ്ചവുമായി തുടർന്നു നിൽക്കുന്ന ഒന്നാണെന്നും തിരിച്ചറിയുക. വിജ്ഞാന ഭൈരവ തന്ത്രത്തിന്റെ സൗന്ദര്യമെന്നത് ഇതിനായി നിങ്ങളൊരു ഗുഹയിലേക്ക് പോകേണ്ടതില്ല എന്നതാണ്. മനുഷ്യജീവിതത്തിന്റെ സങ്കീർണമായ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണിത്. സാധാരണ നമ്മളെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ശരീരം, ശ്വാസം എന്നിവയെല്ലാം മോചനത്തിനുള്ള ഉപകരണങ്ങളായി ഇതുപയോഗിക്കുന്നു. ഓരോ നിമിഷവും ഓരോ വാതിലുകൾ തുറക്കുന്നുണ്ടെന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. 112 വാതിലുകളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിലൂടെ കടന്നുപോയാൽ മാത്രം മതി.